പ്രിയ സഹോദരങ്ങളെ, ഇനി ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഓട്ടോസഭയെക്കുറിച്ച് പറയാനാണ് വരുന്നത്. ഓട്ടോസഭ പരിശുദ്ധ സഭയാണ്. 10 കൽപ്പന അതുപോലെ ആചരിക്കുന്ന പുരോഹിതവർഗം ആണ് ഓട്ടോസഭയിലുള്ളത്. എന്നാൽ രാവിലെ കുർബാനയ്ക്ക് പള്ളിയിലോട്ട് വരുന്നത് ആ കറക്റ്റ് സമയത്ത് ബാർക്ക് കൂടെ കറുത്ത കുപ്പായം മരിച്ചു കയറ്റിക്കൊണ്ട് ഒന്ന് കുരിശ് വരയ്ക്ക് പോലും ഇല്ലാതെ വരച്ച് കയറുമ്പോഴേ വന്നിട്ട് അവിടെ നിന്ന് ഓർഡറാണ് കപ്പ്യാരെന്ന് പറയാൻ പറ്റില്ല, പ്രധാന ശുശ്രൂഷക്കാരനോട് തുടങ്ങാം. എന്ത് തുടങ്ങാമെന്ന്? തുടങ്ങിക്കോ. അപ്പം മൈക്കിന് മുമ്പ് താളവും വീടും തുടങ്ങുക. ഓക്കെ, നല്ല കാര്യം. ഇതൊക്കെ നല്ല എല്ലാ നിയമങ്ങളും ഓട്ടോസഭയിൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം. കാരണം വിശ്വാസികളെല്ലാം സ്വർഗത്തിൽ പറഞ്ഞയക്കാൻ പോകാൻ ഉള്ള ഉദ്ദേശമല്ല ഇവരത്, പുരോഹിതവർഗത്തിൻ്റെത്. എന്നാൽ അവർ തന്നെ പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നു സ്വർഗത്തിൽ വിടാനായിട്ട്. പാപം വലിച്ചൂരിയെടുക്കുക. പറഞ്ഞു പോരാഞ്ഞിട്ട് പോട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ എൻ്റെ വായന കൊണ്ട് വന്നാൽ ഓട്ടോസഭ ഇത്ര അളിഞ്ഞ മെത്രാന്മാരും പുരോഹിതനും കൊലക്കേസിലെ 1ാമത്തെ പ്രതി തലപ്പത്തിരിക്കുമ്പം സഭ എങ്ങനെ പോകും മുന്നോട്ട്? ഏത് വിധത്തിലെന്ന്? അവൻ ദ്രവ്യാഗ്രഹം മോഹിയൂടാണ്. അപ്പോൾ പിന്നെ സഭ എങ്ങനെ പോകും? സഭയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇന്നവർ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. ഭക്തന്മാരും പുരോഹിതന്മാരും അവരാണ് പാപം മോഹിച്ച് അവരെ സ്വർഗത്തിൽ വിടുന്നത്. നിങ്ങൾ അവിടെ നോക്കി, അവരുടെ വായി നോക്കി അവർ പറയുന്നത് കേട്ടിരുന്നു. നിങ്ങൾ അവരുടെ മുന്നേ കുമ്പസാരിച്ച് കുർബാന കൊണ്ടാൽ ഉടനെ നിങ്ങളുടെ പാപം മുഴുവൻ മോചിച്ച് നിങ്ങൾ സ്വർഗത്തിൽ പോവും. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ആരും കുമ്പസാരിച്ച് കുർബാന കൊള്ളാൻ പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞത് അന്ന് മാളികയിൽ അന്ന് ബൈബിൾ പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനും അവൻ എന്നിലും ഭക്ഷിക്കുമെന്ന. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ പുരോഹിതവർക്ക് ഇന്ന് ഇവിടെ നിൽക്കത്തില്ല. ഏത് പുരോഹിതനാണ് അത് ശരിയായിട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അവർക്കറിയത്തില്ല. ഈ പുരോഹിതർ ഏതെങ്കിലും ഒരെണ്ണം ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടുണ്ടോ? ദൈവം ഭൂമിയിൽ വന്നിട്ട് അത് കഴിഞ്ഞു. തോമസ് ലീഗ ഇവിടെ വന്നു. അന്നും ഇവിടെങ്ങും കേരളത്തിൽ ഒന്നും ഒരു ക്രിസ്ത്യാനിയും ഇല്ലായിരുന്നു. എന്നിട്ടും പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്നതൊക്കെ സ്ത്രീയന്മാർ, അതായത് ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, അവർക്ക് പേര് നൽകിയത്, ശിഷ്യന്മാർക്ക് പ്രത്യേക പേര് നൽകി അവരെ ലോകം മുഴുവൻ അയച്ചത്. നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞത്. അവർക്ക് പാപമോചനത്തിന് അനുവാദം കൊടുത്തു. അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ ഇത് കൊടുത്തു. മരിച്ചവരെ ഓർപ്പിക്കാൻ കൊടുത്തു. എന്നാൽ ഓട്ടോസഭയിലെ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും കുംഭസാരവും പാപമോചനവും മാത്രമേ തോമസ് ലീഗ കൊടുത്തുള്ളൂ. കാരണം ബാക്കി ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. ഇതാകുമ്പം പടം പറഞ്ഞിരിക്കാം, നീ പാപമോചിതയായി കുംഭസാരിച്ച് കുർബാന കൊണ്ട്. കുർബാന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശരീരവും രക്തം പാനം ചെയ്യണം. നിങ്ങൾ ഈ ഗോതമ്പപ്പം മാത്രമല്ലാതെ ആ വീഞ്ഞ രക്തമായി മാറിയെങ്കിൽ ആ രക്തത്തിൻ്റെ ഒരു തുള്ളി വിശ്വാസത്തിന് വായി വെച്ചു കൊടുക്കുന്നുണ്ടോ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞ, ഈ ഗോതമ്പം ദൈവത്തിൻ്റെ ശരീരമായി മാറുകയും വീഞ്ഞ് ദൈവത്തിൻ്റെ രക്തമായി മാറുകയും ചെയ്യുമ്പോൾ ഈ ഗോതമ്പം വാങ്ങുന്ന ശരീരവും ഈ വീഞ്ഞ് രക്തമായി മാറി ആ രക്തം കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ജീവനുണ്ടാകത്തുള്ളൂ. ഞാൻ ഈ
ഗുണം പിടിക്കാത്ത ബെത്താന്മാരോ ഓർത്തഡോക്സ് സഭയിലെ ബെത്താന്മാരോട് ഞാൻ ഇനി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നാണമില്ലല്ലോ പറയാൻ. നിങ്ങളെ ഗോതമ്പപ്പം അങ്ങോട്ട് എടുത്ത് കൊടുത്തേച്ച് വെള്ളം വായിലൊഴിച്ച് കൊടുത്തേച്ച് ബാക്കി നിങ്ങൾ വലിച്ചു കുറ്റി കുടിക്കും. ത്രോണോസിൽ കയറി നിന്നുകൊണ്ട് അത് താഴെ സ്റ്റെപ്പ് താഴെയല്ല, ത്രോണോസിൽ കയറി നിന്നുകൊണ്ട് വലിച്ചു കുടിക്കും. അതായത് ജീവനുള്ള രക്തം, ദൈവത്തിൻ്റെ ജീവനുള്ള രക്തം ഞങ്ങൾക്കുള്ളതാണ്. അതാണ് നിങ്ങൾ അന്ന് ചെയ്തത്. എന്തുകൊണ്ടാണ് അന്ന് ഈ പുരോഹിത വർഗം ദൈവത്തെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചത്? വിശ്വാസികളെ കൊണ്ട് യൂതന്മാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച്. കാരണം ഇവർക്ക് അറിയത്തില്ലായിരുന്നു, ഇവർ ദൈവത്തിൻ്റെ കൂടെ സഞ്ച് പോയില്ല. ദൈവം ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ, ഇതൊക്കെ വിട്ടേരെ. ഇനി പുത്തങ്കായപ്പള്ളിയെക്കുറിച്ച് ഞാൻ പറയാം. ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമാണ് പുത്തങ്കാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. ആ കത്തീഡ്രലിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത പുരോഹിതന്മാർ അവിടെ വരുന്നതിന് മുമ്പെങ്കിലും ആ ദേവാലയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണ്ടായോ, ഒന്ന് പഠിക്കണ്ടായോ? ആ ദേവാലയം എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് പഠിക്കേണ്ടതായോ? ഇന്ന് വരുന്നവരാരും ദേവാലയത്തിൻ്റെ കാര്യം നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു ദരിദ്രവാസി പുരോഹിതൻ ഇരുന്ന് അവനും ട്രസ്റ്റിയും സെക്രട്ടറിയും എല്ലാം കൂടി തീർത്ഥാടന കേന്ദ്രമായ പുത്തങ്ക പള്ളിയുടെ മെയിൻ വാതിലുകൾ അടച്ചു 2 കിളിവാതിൽ വെച്ചു വിശ്വാസികൾക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ ട്രസ്റ്റ് പറഞ്ഞത്, ഞങ്ങളിവിടെ നോക്കാനുണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്ന്. ആ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളി. ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ ദേവാലയത്തിൽ ചെന്നു, കുനിഞ്ഞ് അങ്ങോട്ട് കയറിയാലും തലമുട്ടും. എന്നാൽ ഇവരെന്താ ഇതൊന്നും അതിന് ഒരു പരിഹാരം മാറ്റാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസികൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകണമെന്ന് ഉദ്ദേശമില്ല. കാരണം വിശ്വാസികൾ ദേവാലയത്തിൽ, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവരതിനകത്തും അവിടെ പൈസ നിറച്ചിടാൻ പോകുന്നില്ല. അവരിറങ്ങി കബറിക്കൽ തിരുവേലിയുടെ കബറിക്കൽ പോയി പ്രാർത്ഥിച്ചേച്ച് അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ കാശിടും. അപ്പം പൈസ അവിടെ വന്നോളും. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കറിയാമായിട്ട് ചോദിച്ചാൽ, ഒരു ദേവാലയത്തിൻ്റെ വാതിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഏതവനാണോ ഇത്രയും ധൈര്യം കാണിച്ചത്? ഇപ്പം ഫാദർ അമേരിന്ന് വന്നു, അവൻ കാതോലിക്കാരുടെ വലത്തെ അപ്പുറത്തെ അവനാണെന്ന് പറയുന്നു. അവൻ ഈ ദേവാലയത്തിൽ വന്നിട്ട് ദേവാലയം ചുറ്റിക്കാൻ നടന്നു കണ്ടോ? കണ്ടെങ്കിൽ ഈ വാതിൽ ഇതെന്താണെന്ന് ചോദിക്കത്തില്ല. അവനൊന്നും അതിൻ്റെ ആവശ്യമില്ല. അവനിപ്പം അവർ തെളി കടന്ന് 3 വർഷം കിട്ടുന്ന എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ കൂടെ നിൽക്കാൻ അവിടുത്തെ പ്രധാനികളെ പോയി കണ്ടുകൊണ്ടിരിക്കുക. നീയൊക്കെ പോയി കണ്ടുകൊണ്ടിരി. ഈ ദേവാലയം അവിടെ നിൽക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഓരോ ദേവാലയങ്ങളും ഓരോ വിധമായിക്കൊണ്ടിരിക്കുക. ഈ ദേവാലയം നശിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരവാദികളെല്ലാം ഉത്തരവാദിത്വം പറയേണ്ടി വരും. അല്ലായെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ വിടത്തില്ല. നിങ്ങളെല്ലാവരും വന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു പുരോഹിതൻ വന്നാൽ പൂമാലയിട്ട് അങ്ങോട്ട് എൻ്റെ പൂമാലയിട്ട് പള്ളി ദേവാലയത്തോട്ട് കയറ്റുക ഏതാണ്ട് വലിയ കാര്യം. ഇവരെന്തോ ചെയ്യുന്നേ? ഇവരോട് ദൈവം പറഞ്ഞു കുർബാന ചൊല്ലണമെന്ന്. കുർബാന എന്ന് പറഞ്ഞാൽ എന്തുമാണ്? ദൈവം മാളികമുറിയിൽ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ വരുമ്പോഴും നിങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്ന്. ഇത് നിങ്ങൾ പുരോഹിതന്മാരെ നിങ്ങളോട് ആര് പറഞ്ഞത്?
പുതിയ നിയമത്തിൽ തന്നെ വിവാഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കന്യാമറിയാമും യൗസേപ്പും കൂടെ വിവാഹ നിശ്ചയം ചെയ്തു എന്ന് പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് സക്കറിയ പുരോഹിതൻ എവിടെ നിങ്ങൾ കല്യാണം നടത്തി? നിങ്ങളുടെ കൊച്ചമ്മമാരുടെ വീട്ടിലാണ് മന്ത്രോടി ഉണ്ടാക്കിയത്. ആരുണ്ടാക്കി തന്നു നിങ്ങൾക്ക്? നിങ്ങളെ ഇന്ന് തന്നെ ഞാൻ പറയാമല്ലോ, 10 വർഷം മുമ്പ് കുർബാനയിൽ ചൊല്ലിക്കൊണ്ടുവന്ന ചൊല്ലുകളിലല്ല ഇപ്പോഴേ. ഇന്ന് പുതിയ ചൊല്ലുകൾ വന്നിരിക്കുന്നു. എല്ലാം പുരോഹിത വർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഹിതന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസരാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ കല്ല് കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇവരെന്ത് കുറ്റം ചെയ്തതാ? കർത്താവിനെ ക്രൂശിച്ചതിനോ? അതോ എന്തു ചെയ്തു? പാപമോചനം നിങ്ങൾ കുമ്പസാരിപ്പിച്ച് ആർക്ക് പാപമോചനം കൊടുക്കും? ഞാൻ ഇന്ന് പുത്തങ്കാവിലെ ഇടവകയിലെ പുരോഹിതനോട് ചോദിക്കുക, അല്ലെ ബാവാട് ചോദിക്കുക, നിങ്ങൾക്കാർക്ക് കുമ്പസാരിപ്പിച്ച് കുർബാന കൊണ്ടാൽ പാപമോചനം കിട്ടുമെന്ന് ഉറപ്പ് വരാനൊക്കും? എവിടെ പറഞ്ഞിരിക്കുന്നു കുമ്പസാരിച്ച് കുർബാന കൊണ്ടാൽ പാപമോചനം കിട്ടുമെന്ന്? കുമ്പസാരിക്കണമെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചപ്പോൾ നിങ്ങൾ പാപമോചനം കൊടുപ്പിന്ന് പറഞ്ഞുള്ളൂ. നിൻ്റെയൊക്കെ മുന്നിൽ നീയൊക്കെ ഗുണം പിടിക്കാത്ത എല്ലാ അപരാധിച്ചാലും ചെയ്തു നടക്കുന്ന നിൻ്റെ മുന്നിൽ എങ്ങനെ കുമ്പസാരിക്കണം? എന്ത് കുമ്പസാരിക്കണം? നീ ചെയ്ത കൂടുതലാണോ മറ്റുള്ള വിശ്വാസികൾ ചെയ്തത്? നിനക്കൊക്കെ എല്ലാ അമ്മമാരും ഇന്ന് ഒരു പ്രശ്നവുമില്ല. മുന്നോട്ട് പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്ത സ്കൂളിലും കോളേജിലും വർക്ക് ചെയ്തവരാണെങ്കിലും നേരെ സെമിനാരി ചെന്നിട്ടാൽ മാറി. 3-4 വർഷം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ടു. അവിടെയും പാസ്സാകണമെന്നില്ല. 1500 രൂപ കൊടുത്താൽ പാസ് മാർക്കാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഇത് വന്നില്ല, പേപ്പറിൽ വന്നില്ലെന്ന്. ഇന്ന് എത്ര ആവുമാർ ശരിയായിട്ട് പാസ്സാവുന്നുണ്ട്? നിങ്ങൾ എത്ര പേരെ ഈ സെമിനാരിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നോയമ്പും ഉപവാസമായിട്ട് ജീവിക്കുന്നുണ്ട്? ഇപ്പോഴും ഞാൻ പറയാം, പുരോഹിതവർഗമേ മെത്രാന്മാരെ, ഈ അരമനകളിലിരിക്കുന്ന കള്ള മെത്രാന്മാരെ, നിങ്ങൾ അവിടെ നിന്ന് എന്തൊടുക്കുക? വിഷ്ടാനം ഭക്ഷിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നതല്ലാതെ നിങ്ങളുടെ കടമയാണ് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. അവിടുന്നുണ്ട് സഭയ്ക്ക് വേണ്ടി. സഭയെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, വിശ്വാസികളുടെ കൂട്ടായ്മ. അവർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ നിങ്ങൾ കണ്ടുപഠിക്ക്. വേണ്ട, നിങ്ങൾക്കിതൊന്നും ഏതായാലും കൊള്ളാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, പുത്തങ്കായപ്പള്ളിയിൽ വന്നത് ആരാണെങ്കിലും, എത്ര കെടികെട്ടിയവനാണെങ്കിലും, പുത്തങ്കായപ്പള്ളിയിൽ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ശരിയായിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല.